ഒരാളുടെ പല്ല് കണ്ടിട്ട് നമ്മൾക്ക് അയാൾക്ക് വല്ല സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? ചിലപ്പോൾ ചെറുപ്പകാലത്ത് അവർക്കൊരു ഡെന്റൽ ക്ലിനിക്കിൽ നിന്നുണ്ടാകുന്ന ഒരു ബാഡ് എക്സ്പീരിയൻസ്, ആ ഒരു ട്രോമ ചിലപ്പോൾ അതങ്ങനെ അവരുടെ ലൈഫിൽ ഉണ്ടായേക്കാം. ഒരാളുടെ പല്ലല്ലേ, അത് പറിച്ചു കളഞ്ഞാൽ പോരെ? അപ്പോൾ ഈ പാൽപ്പല്ല് എന്ന് പറയുന്നത് അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണോ? പാരൻസിനാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി വേണ്ടത്. പാരൻസിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കുട്ടികൾ എന്തായാലും, ചെറിയ കുട്ടികൾ എന്തായാലും അവരവിടെ അടങ്ങിയിരിക്കാനോ സമ്മതിക്കാനോ ഒന്നും പോകുന്നില്ല. നമ്മുടെ പല്ലുകൾ, കൊന്തറ പല്ലുകൾ, അല്ലെങ്കിൽ പല്ല് പൊങ്ങിയത്, അല്ലെങ്കിൽ അതുപോലെ ഉള്ള മാലാലൈൻഡ് ആയിട്ടുള്ള പല്ലുകൾ എന്ന് പറയും. അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണുള്ളതെന്നറിയാം. പല്ല് ക്ലീൻ ചെയ്താൽ ഒരു 3-4 lakhs നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് നേരത്തെ ഡോക്ടർ പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? ഹായ്, ഹലോ ഓൾ, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കാസ്പെറ പോഡ്കാസ്റ്റ്. ആൻഡ് ഇന്ന് നമ്മളുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, നമ്മളുടെ ഇൻസ്റ്റഗ്രാമിലെ വൈറൽ സ്റ്റാർ ഡോക്ടർ അസൈനാർ. സോ വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സോ ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെൻ്റൽ ആസ് വെൽ ആസ് സൈക്കോളജി, ഇതിനെ രണ്ടിനെയും കൂടി എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ വി ആർ മൂവിങ് ടു അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ കുട്ടികളിൽ സാധാരണമായിട്ട് കാണുന്നതാണ് വിരൽ കുടിക്കുക അല്ലെങ്കിൽ തം സക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടറെ? തം സക്കിങ് അല്ലെങ്കിൽ വിരൽ പിടിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. തമ്പ് സക്കിങ് കുട്ടികൾ കാണുന്നത് നമ്മുടെ പാരൻസിന് അല്ലെങ്കിൽ കെയർ കൊടുക്കാത്ത കുട്ടികൾ, അങ്ങനെയൊക്കെയാണ് പൊതുവേ സൈക്കോളജിക്കലി പറയുന്നത്. കുട്ടിക്ക് കിട്ടേണ്ട കെയർ, അറ്റൻഷൻ, അല്ലെങ്കിൽ പാരൻസിൻ്റെ സെപ്പറേഷൻ ആങ്സൈറ്റി. ചിലപ്പോൾ ചില പാരൻസ് വർക്ക് ചെയ്യാൻ പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കെയർ ഗീവേഴ്സ് ആയാലും അവരുടെ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു കെയർ കുറഞ്ഞു പോകുമ്പോൾ അതിനോട് കുട്ടികൾ കാണിക്കുന്ന ഒരു കോപ്പിംഗ്, അല്ലെങ്കിൽ അവരുടെ ലോൺലിനെസ്സിനോടൊക്കെ അവർ കാണിക്കുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ടാണ് സൈക്കോളജിക്കലി തം സക്കിങ്ങിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്. പൊതുവേ ഈ മുതിർന്നവർക്കായാലും ശരി, ചെറിയ കുട്ടികൾക്കായാലും ശരി, ഡെൻ്റൽ ക്ലിനിക്ക് പോകാമെന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മേജർ റീസൺ എന്താണ്? നമ്മളൊരു ഡെൻ്റൽ വിസിറ്റ് എന്ന് പറയുന്നത് ഒരു പേടി അല്ലെങ്കിൽ ഒരു ഫോബിയ ആവുന്നത് അതൊരു സാധാരണയാണ്. കാരണം മുതിർന്ന ആളുകൾക്കൊരു ഡെൻ്റൽ ഫോബിയ വരാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ചെറുപ്പകാലത്ത് അവർക്കൊരു ഡെൻ്റൽ ക്ലിനിക്കിൽ നിന്നുണ്ടാകുന്ന ഒരു ബാഡ് എക്സ്പീരിയൻസ്, ആ ഒരു ട്രോമ ചിലപ്പോൾ അതങ്ങനെ അവരുടെ ലൈഫിൽ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിനോട് അവർക്കുണ്ടാകുന്ന ആങ്സൈറ്റി, അതും അതേപോലെ തന്നെ നീഡിൽ ഫോബിയ ഉണ്ട്. നമ്മുടെ സൈക്കോളജി നീഡിൽ ഫോബിയ ഉണ്ട്. അപ്പോൾ നീഡിൽ ഫോബിയ ഉണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ ഇഞ്ചക്ഷൻ വെക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട പേടികൾ, കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് സാധാരണയാണ് ഉണ്ടാവുന്നത്. അങ്ങനത്തെ ടൈമിലൊക്കെയാണ് നമുക്ക് ബിഹേവിയറൽ ഡെൻറ്റിസ്ട്രി എന്നതിൻ്റെ ഒരു ബ്രാഞ്ചിൻ്റെ സിഗ്നിഫിക്കൻ്റ് വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ്. ഒരാളുടെ പല്ല് കണ്ടിട്ട് നമ്മൾക്ക് അയാൾക്ക് വല്ല സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് അത് പല്ലിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ, ടെൻഷൻസ് ഒക്കെ ഉള്ള ഒരാൾക്ക് അയാൾ പല്ല് കടിച്ചു പിടിക്കുക, പല്ല് ഗ്രൈൻഡ് ചെയ്യുക, ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ അയാളുടെ പല്ലുകൾ പൊട്ടിപ്പോവാൻ, അല്ലെങ്കിൽ പല്ലിന് ക്രാക്ക് വരാൻ, അത് നമ്മുടെ താടിയെല്ലിന് പ്രശ്നം വരാൻ, അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡിപ്രഷനുള്ള ഒരാൾക്ക് മേ ബി അയാളുടെ ഓറൽ ഹെൽത്ത് അത് കുറഞ്ഞു പോകാം, വായ ക്ലീൻ ചെയ്യാതിരിക്കാം. അതുപോലെ തന്നെ ആങ്സൈറ്റി ഉള്ള ഒരാൾക്ക് വായയിൽ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞിട്ട് നമ്മളെ വായ ഡ്രൈ ആയി നിൽക്കുന്ന സമയത്ത് ബാക്ടീരിയൻ്റെ ഗ്രോത്ത് കൂടിയിട്ട് പല്ല് കേടുവരാനും, അതുപോലെ നഖം കടിക്കുന്ന സമയത്ത്, ടെൻഷൻ വന്ന് നഖം കടിക്കുന്ന സമയത്ത് പല്ല് പൊട്ടിപ്പോവാനും, അങ്ങനെയൊക്കെ കാരണങ്ങളുണ്ട്. എന്നിരുന്നാലും നമുക്കൊരാളെ പല്ല് നോക്കിയിട്ട് ഇയാൾക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ഡെൻ്റൽ റിലേറ്റഡ് ഇഷ്യൂസ് ഇന്ന് നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ യൂഷ്വലി കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയത്ത് ആണുങ്ങൾ പൊതുവേ നോക്കും, പെണ്ണിൻ്റെ പല്ല് നന്നായിട്ട് നോക്കും, കൊന്തറം പല്ലുണ്ടോ, പെണ്ണിൻ്റെ പല്ല് നല്ല പല്ലാണോ, ഇതൊക്കെ നോക്കും. ശരിക്കും ഇതെന്തുകൊണ്ടാണ് ഡോക്ടറെ ഇങ്ങനെ? അതിൻ്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പല്ലുകൾ, കൊന്തറം പല്ലുകൾ, അല്ലെങ്കിൽ പല്ല് പൊങ്ങിയത്, അല്ലെങ്കിൽ അതുപോലെ ഉള്ള മാലാലൈൻഡ് ആയിട്ടുള്ള പല്ലുകൾ എന്ന് പറയും. അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണുള്ളതെന്നറിയോ? കേരളത്തിലാണ്. അത് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജനറ്റിക്കായിട്ടാണ് നമ്മുടെ പല്ലുകളുടെ ഇത് അലൈൻമെൻറ്റ് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നത്. അപ്പോൾ പാരൻസിന് കൊന്തറം പല്ലുകളോ അല്ലെങ്കിൽ പല്ലുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനോമലീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മക്കൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ പണ്ടത്തെ ആളുകൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ
പല്ലുകൾ നോക്കിയിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇത് എൻ്റെ ഒരു അഭിപ്രായം. പല്ല് പറിച്ചു കഴിഞ്ഞാൽ നല്ല സിവിയർ തലവേദന ജീവിതകാലം ഫുൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക കണ്ണിന് പല പ്രശ്നങ്ങളും വരും എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? പല്ല് പറിച്ചു കളഞ്ഞു എന്ന് വെച്ചിട്ട് കണ്ണിൻ്റെ കാഴ്ച പോവാനോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള തലവേദന വരാനോ കണ്ടിന്യൂസ് ആയിട്ടുള്ള തലവേദന ഉണ്ടാവാനോ അതിനൊന്നും കാരണമില്ല. പക്ഷേ പല്ല് പറിച്ചു കളഞ്ഞ സ്ഥലത്ത് നമ്മൾ പല്ല് റീപ്ലേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തലവേദന ഉണ്ടാവാനും ഒരുപക്ഷെ കണ്ണിൻ്റെ കാഴ്ച പോകാനൊക്കെ സാധ്യതയുണ്ട്. കാരണം പല്ല് പറിച്ച് കളയുന്നത് വഴി നമ്മുടെ ജോയിൻറ്റിൻ്റെ ഡിസ്ലൊക്കേഷൻ സംഭവിക്കാനും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ മാറ്റം വരാനും അത് കാരണം നമുക്ക് സിവിയർ ആയിട്ടുള്ള തലവേദന വരാനും ബാക്ക് പെയിന് വരാനും നെക്ക് പെയിന് വരാനും നമ്മുടെ ഷോൾഡർ പെയിന് വരാനും ഒക്കെ കാരണമാകുന്നുണ്ട്. ഈ കുട്ടികൾക്ക് പല്ല് പറിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഫോബിയനെ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? കുട്ടികളുടെ ഫോബിയ നമുക്ക് മാറ്റാൻ പറ്റുന്നത് ഒന്ന് നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ വഴി നമുക്ക് കുട്ടികളെ ഒരു TSD എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട്. നമ്മൾ ടെൽ ഷോ ആൻഡ് ഡു എന്ന് പറയും. ആദ്യം നമ്മൾ കുട്ടികളോട് പറയാം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്നിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയാണ് ഈ ഡ്രില്ലിൻ്റെ സൗണ്ട് ഇങ്ങനെ ഉണ്ടാവും, ഇതിലിങ്ങനെ വെള്ളം വരും, എന്നിട്ട് നമുക്കത് ചെയ്യാം. പക്ഷേ എന്നാലും ചില കുട്ടികൾ കോപ്പറേറ്റ് ചെയ്യില്ല. അങ്ങനത്തെ കുട്ടികൾക്ക് നമുക്ക് നൈട്രസ് ഓക്സൈഡ് സെഡേഷൻ അങ്ങനെയൊക്കെ അവരുടെ ആങ്സൈറ്റി കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം. പിന്നെ കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ വരുന്നവരൊക്കെ പറയാറുള്ളത് പാരൻസിനാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി വേണ്ടത്. പാരൻസിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കുട്ടികൾ എന്തായാലും ചെറിയ കുട്ടികൾ എന്തായാലും അവരവിടെ അടങ്ങിയിരിക്കാനോ സമ്മതിക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പം പാരൻസ് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അത് പ്രാപ്തമായ രൂപത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുള്ളൂ. ഈ വെളുത്ത ഭംഗിയുള്ള പല്ലുകളുള്ളവരെ നമ്മൾ പൊതുവേ പറയും അവരെ വിശ്വസ്തരാണ്, അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടി ഭംഗിയുള്ളവരാണ്, ഇങ്ങനെയൊക്കെ നമ്മളൊരു സൊസൈറ്റിക്ക് ഒരു വിലയിരുത്തലുണ്ട്. അപ്പോൾ അത് ശരിക്കും ഉള്ളതാണോ? അത് നമ്മൾ സൈക്കോളജിയിൽ അഗൈൻ ഒരു ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നല്ല പല്ലുകൾ അല്ലെങ്കിൽ നല്ല ചിരിയുള്ളവർ അവരുടെ ലൈഫിൽ കുറച്ചും കൂടെ ഡിസിപ്ലിൻ ഉള്ളവരാണ്, അല്ലെങ്കിൽ നല്ല ചിരി അവർ കുറച്ച് കോൺഫിഡൻസ് ഉള്ളവരാണ്. അപ്പോൾ നല്ല ഉള്ളവരുടെ ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള സംഗതികൾ അല്ലെങ്കിൽ അവരുടെ കരിയറൊക്കെ കുറച്ചും കൂടെ അച്ചീവ്ഡ് ആണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഈ ഹാലോ എഫക്റ്റ് പറയുന്ന പോലെ അങ്ങനെ ഒരു സൈക്കോളജി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഈ നഖം കടിക്കുക എന്ന് പറയുന്നത് ഒരു കോമൺ ആണ്. ചില ആൾക്കാർക്ക് എന്താ പറയുക ചില സമയത്ത് അതൊരു കൂടുതലായിട്ട് നമ്മൾ ടെൻഡൻസി കാണാറുണ്ട്. ഇതുകൊണ്ട് നമ്മളെ ടീത്തിന് വല്ല ഇഷ്യൂസും ഉണ്ടാവുമോ? നഖം കടിക്കുക എന്ന് പറഞ്ഞത് അഗെയിൻ അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ തന്നെയാണ്. ഒരാളുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഫിയർ അല്ലെങ്കിൽ അയാളുടെ ലോൺലിനെസ് ബോർഡം അങ്ങനത്തെ സമയത്തൊക്കെ നഖം കടിക്കുന്നത് കാണാറുണ്ട്. അത് മാത്രമല്ല ഒരാൾക്ക് ചെറുപ്പം മുതൽ നഖം കടിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയും നഖം കടി കാണാം. നഖം കടിക്കുക എന്നുള്ളത് ശരിക്കും നമ്മുടെ പല്ലിനെ എഫക്റ്റ് ചെയ്യും. നഖം കടിക്കുന്ന കാരണം പല്ലുകൾ പൊങ്ങി വരാനും പല്ലുകൾ പൊട്ടിപ്പോവാൻ പല്ലിൻ്റെ ഷേപ്പ് മാറാൻ കൂടുതൽ സമയം നഖം കടിക്കുന്ന കാരണം നമ്മുടെ താടിയലിൻ്റെ ജോയിൻറ്റിന് പ്രശ്നം വരാൻ ഇതിനൊക്കെ സാധ്യതയുണ്ട്. നിങ്ങളുടെ പല്ലല്ലേ അത് പറിച്ചു കളഞ്ഞാൽ പോരെ? അപ്പോൾ ഈ പാൽപ്പല്ല് എന്ന് പറയുന്നത് അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണോ? പാൽപ്പല്ലുകൾ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. പാൽപ്പല്ലുകൾ അവിടെ കേടുവന്ന് നിൽക്കുന്നത് കാരണം നമ്മുടെ കുട്ടികൾ ഫുഡ് കഴിക്കുന്ന ഇതിൽ കുറവ് വരാം. അത് അവരെ ന്യൂട്രിയൻസിനെ ബാധിക്കാം, അതവരുടെ ഹെൽത്തിനെ ബാധിക്കാം. പിന്നെ അത് മാത്രമല്ല ഓരോ പാൽപ്പല്ലുകളും അതിൻ്റെ അടുത്തത് ആയിട്ട് അതിൻ്റെ പെർമനൻ്റ് പല്ലുകൾ വരുന്നതിൻ്റെ ഒരു ഗൈഡായിട്ടാണ്, അതിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നതാണ് പാൽപ്പല്ലുകൾ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പല്ല് പറിച്ച് കളഞ്ഞാൽ അടുത്തുള്ള പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും വരുന്ന പല്ലുകളുടെ സ്പേസ് അത് കളയാനും അതുപോലെ തന്നെ കുട്ടികളെ ഭക്ഷണ രീതിയിൽ മാറ്റം വരാനും താടിയലിൻ്റെ ഷേപ്പിന് മാറ്റം വരാനും ഒക്കെ കാരണമാവും. കുട്ടികളെ പാൽപ്പല്ലുകൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല പല പാൽപ്പല്ലുകളും 12 വയസ്സ് വരെ 13 വയസ്സ് വരെയൊക്കെ നിൽക്കേണ്ടതായിട്ടുള്ള പാൽപ്പല്ലുകളാണ്. അപ്പോൾ പാൽപ്പല്ലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നമ്മളത് പറിച്ചു കളയാൻ പാടില്ല. പല്ല് ക്ലീൻ ചെയ്താൽ ഒരു 3-4 lakhs നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് നേരത്തെ ഡോക്ടർ പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? നമ്മുടെ പല്ല് അല്ലെങ്കിൽ ഈ ഗമ്മിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ആ ഇൻഫെക്ഷൻസിലുണ്ടാകുന്ന ബാക്ടീരിയ നമ്മളെ ബ്ലഡ് സ്ട്രീമിലൂടെ മൂവ് ചെയ്തിട്ട് നമ്മുടെ ഹാർട്ടിലെത്തിയിട്ട് ഹാർട്ടിന് ഡിസീസസ് ഉണ്ടാക്കാനുള്ള ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനൊക്കെയുള്ള കാരണം ആയി കാണാറുണ്ട്.
അപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി നമ്മളൊരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 3 to 4 ലാക്ക് എക്സ്പെൻസ് വരും. അപ്പോൾ അത് നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ മോണയും പല്ലും ക്ലീൻ ചെയ്ത് റെഗുലറായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആ 3 to 4 ലാക്ക് സേവ് ചെയ്യാം എന്നതാണ് ഉദ്ദേശിച്ചത്. ഈ നെയിൽ ബൈറ്റിംഗ് നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും? അതുപോലെ തന്നെ ഇതുകൊണ്ട് വല്ല ഇൻഫെക്ഷനും ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? നെയിൽ ബൈറ്റിംഗ് കാരണം നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയാസ് അണുക്കളൊക്കെ വായിലെത്തിയിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നെയിൽ ബൈറ്റിംഗ് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൻ്റെ സൈക്കോളജിക്കൽ റീസൺസ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യാന്നുള്ളതാണ്. സ്ട്രെസ്സ്, ആങ്സൈറ്റി, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ബിഹേവിയർ മോഡിഫിക്കേഷൻ നടത്താം. അതായത് അതിൻ്റെ ഈ നെയിൽ ബൈറ്റിംഗ് കാരണം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട്, അതുപോലെ അതിന് നമ്മൾ പോസിറ്റീവ് റെയിൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് നഖം കടിക്കാതിരിക്കുമ്പോൾ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഇൻപുട്ട് നൽകിയിട്ട്, അതുപോലെ ഫിംഗറിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കയ്പൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട്, അതുപോലെ നമുക്ക് നഖം കടിക്കും ശീലമുള്ളവർ അവരുടെ നഖം കൂടുതൽ വളർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. കുറച്ച് ചെറുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാലൊക്കെ നഖം കടിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഖം കടി ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്കൊക്കെ ഉള്ളൊരു മേജർ കൺസേൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡാർക്ക് ലിപ് ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പല്ല് നമുക്ക് മഞ്ഞ കളറായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് ചില ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡിൻ്റെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ കാരണമാണ് നമുക്ക് പല്ലുകൾ കൂടുതൽ മഞ്ഞയായിട്ട് തോന്നാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ ഈ ഡാർക്ക് ഷെയ്ഡിന് പകരം കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും. പുകവലി, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ചില മദ്യപിക്കുന്ന ആൾക്കാരുടെ പല്ല് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻറ്റ് കളറായിരിക്കും, കളർ ഡിഫറൻസ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? പുകവലിക്കാരും മദ്യപാനികളും ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മദ്യപിക്കും അല്ലെങ്കിൽ പുകവലിക്കും, എന്നിട്ട് അത് അവരെ വീട്ടിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഉടനെ ബ്രഷ് ചെയ്യും. ശരിക്കും ഇതൊരു വലിയ മണ്ടത്തരമാണ്. അവർ മദ്യപിക്കുകയോ അല്ലെങ്കിൽ പുകവലിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തണുത്ത പച്ചവെള്ളത്തിൽ വായ കഴുകി എന്നിട്ട് മാത്രമേ ബ്രഷ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ആ എഫക്റ്റിൽ ഈ ബ്രഷിൻ്റെ ആക്ഷനും കൂടെ വരുമ്പോൾ ഇനാമൽ നഷ്ടപ്പെടാനും പല്ലുകളെ കളറ് മാറാനും പല്ലുകൾ കൂടുതൽ കേടുവരാനും പൊട്ടിപ്പോയി പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. സോ നമ്മളുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. എങ്ങനെ ഉണ്ടായിരുന്നു കാസ്പറിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കാസ്പ്രോൻ്റെ കൂടെയുള്ള ടൈമുകൾ ഇവിടെ എന്നെ ക്ഷണിച്ചതിന് ആദ്യം ഞാനൊരു നന്ദി പറയണം. കാസ്പ്രോൻ്റെ ടീമാണെങ്കിലും ഇനി അവതാരകയാണെങ്കിലും നല്ല പ്രൊഫഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഒരു നന്ദി പറയുന്നു. ഒരുപാട് ഇനിയും ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. So thank you, Dr. Asainar. And with this, we are concluding today's episode. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ പേഴ്സണായിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം തുഷാര ഫ്രം കാസ്പറ ആഡ്സ്.